Jago! 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 ഹായ് ജാഗോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ജാഗോ 2025 ഡിസംബർ 28 ക്രൈസ്റ്റ് അക്കാദമിയിൽ പുലികളിലുള്ള ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് അക്കാദമിയിൽ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ധാരാളം യുവജനങ്ങൾ, കൗമാരപ്രായക്കാർ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ വലിയൊരു ക്രൗഡ് തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ജാഗോയുടെ അർത്ഥം അവേക്ക്, റൈസൺ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം വരുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ ധാരാളം അതിഥികളുണ്ട്, ധാരാളം ബിഷപ്പുമാരുണ്ട്, അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ധാരാളം യുവജനങ്ങളുണ്ട്. ഇവരുടെയൊക്കെ മുമ്പിലാണ് നമ്മളിന്ന് ഷെക്കന ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി ജാഗോ പ്രോഗ്രാംസിൻ്റെ കുറച്ച് പല ഭാഗങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. ക്രൈസ്റ്റ് അക്കാദമിയിലേക്ക്, ജാഗോയുടെ ക്രൈസ്റ്റ് അക്കാദമിയിലേക്ക് ഏവർക്കും, ഷെക്കന ന്യൂസിലുള്ള ഏവർക്കും സ്വാഗതം. നമ്മൾ കാണുന്നത് ജാഗോ ഓഡിറ്റോറിയം ആണ്. വളരെയധികം യൂത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ധാരാളം യൂത്ത് അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പ്രോഗ്രാംസ് ഓരോന്നിലും ഓരോ സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ജാഗോയുടെ പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. ഓരോ വിശുദ്ധന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവിടെ വഴിത്താരകൾ, അതായത് പോകുന്ന വഴികളിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാസ്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. അതിന് തൊട്ടുപുറത്ത് ഒരു ചെറിയൊരു വോളിബോളിന്റെ ഗ്രൗണ്ട് ഉണ്ട്, ടെന്നീസ് വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പലതരം ടെന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. അത് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ധാരാളം അച്ഛന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെമിനാരിയൻസ്, യൂത്ത്, സാധാരണ ചെറിയ പിള്ളേർ, അതായത് കൗമാരപ്രായത്തിന് മുമ്പുള്ള പിള്ളേർ, അതുപോലെ കൗമാരപ്രായക്കാർ, IT കമ്പനി പ്രൊഫഷണൽസ്, അതുപോലെ ധാരാളം ജോലിക്കാർ, യുവജനങ്ങൾ, യുവതികൾ ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ജാഗോയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ കുറച്ച് പിള്ളേരാണ്. കണ്ണൂർ നിന്നാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തരുടെ പേര് നോക്കി പരിചയപ്പെടാം. പേരെന്താണ്? എൻ്റെ പേര് ആലൻ. ആദിൽ. ഡിബിൻ. ജാഗോയിലെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മളോട് കാണുന്നത്. ധാരാളം യുവതി യുവാക്കൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം ഈ യുവതി യുവാക്കളേക്ക് വളരെ ആകർഷകമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് നോക്കാം, ഇവിടെ കാണിക്കുന്നത് ഡോക്ടർ സെഡ് മൈ ലൈഫ് വാസ് ഇൻ വർത്ത് ലിവിങ്. ഓരോ കുഞ്ഞും, ഓരോ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും, അല്ലെങ്കിൽ ഗർഭത്തിലുള്ള ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ അമൂല്യ ദാനമാണ് എന്ന് പ്രത്യേകിച്ച് ഊന്നൽ കൊടുക്കുന്നൊരു സന്ദേശമാണ് ജാഗോയിൽ. ഇന്ന് നമ്മൾ എൻട്രൻസിൽ വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു വലിയൊരു ഷോയാണ്. വി ഹാവ് സം യൂത്ത്സ് ഫ്രം അറൗണ്ട് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് here are 3 youths that are from Chhattisgarh, and let's ask them some questions. And let's first of all introduce themselves. May I know your name, please? Okay. My name is Sumit Kumar Tupur. My name is Harshit Lakada. What's your name? My name is Ivan Milanova. Okay. This is a lengthy name, I shouldn't say. Let me know, why have you come for Jago? To re-again encounter Christ. Jago. പേര് സ്റ്റിജ് എന്നാണ്. എൻ്റെ പേര് അഖിൽ എന്നാണ്. ഓക്കെ. ജാഗോയ്ക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? ഞങ്ങൾ കൊച്ചിൻ്റെ ICC നിന്നാണ് വരുന്നത്. കൊച്ചി രൂപതയ്ക്ക് വേണ്ടിയിട്ട് വൈദികരാകുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെലിബ്രേഷൻ്റെയും ജോയിയുടെയും ഒക്കെ ഒരു പ്ലേസാണ്. കുറേ യൂത്തൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ലൈഫുള്ള ഒരു പ്ലേസാണ് ജാഗോ. നമുക്ക് ഷെക്കന പ്രേക്ഷകർക്ക് മുമ്പിൽ അതിഥിയായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ജാഗോ കോർഡിനേറ്ററും ഈ പ്രാവശ്യത്തെ ഇന്റർനാഷണൽ, അതായത് ജീസസ് യൂത്ത് ഇന്റർനാഷണൽ കൗൺസിൽ മെമ്പർ ആയിരിക്കുന്ന ജസ്റ്റിൻ പുന്നക്കാട് ചേട്ടനാണ്. ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ലതാണ്, സുഖമാണ്. ഓക്കെ. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഈ പ്രാവശ്യത്തെയും ജാഗോ അറേഞ്ച്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് പറയുന്നത്? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജാഗോ ഒരു ജീസസ് കോൺഫറൻസ് ആയിരുന്നു. ഒരു ജീസസ് ആയിട്ടുള്ള എല്ലാവരും ഒന്നിച്ചു വരിക എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ജാഗോ ഒരു യൂത്ത് കോൺഫറൻസ് ആയിട്ടാണ് അനൗൺസ് ചെയ്തത്. നമ്മുടെ ചർച്ച് ജൂബിലി ഇയർ ആഘോഷിക്കുമ്പോൾ ആ ഒരു ജൂബിലി ഇയർ അനുബന്ധിച്ചിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു യൂത്ത് കോൺഫറൻസ് ആണ് അനൗൺസ് ചെയ്തത്. നമ്മുടെ കൂടെ ഷെക്കനയ്ക്ക് അതിഥിയായിരിക്കുന്ന ഇപ്പോൾ ഒരു അച്ഛനാണ്, നമ്മുടെ യൂത്തൻ അച്ഛനാണ്. ജാഗോയെ കുറിച്ച് അച്ഛൻ ഒന്നും 2 വാക്ക് പറയാം. ജാഗോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഉത്സവമാണല്ലോ. നമുക്ക് നമ്മുടെ ഇത്രയും ഒരു യുവജനങ്ങൾ, ഏകദേശം 12,000-ഓളം കുട്ടികൾ ഒരുമിച്ച് ഇത്രയും ഒരു വലിയൊരു ക്യാമ്പസിൽ നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നു. എവിടെ നോക്കിയാലും സന്തോഷം, ഏത് കോർണറിൽ പോയാലും നമ്മൾ കുട്ടികൾ സന്തോഷം പങ്കിടുന്ന ഒരു മൊമെന്റ്സ് ആണ്. അതുകൊണ്ട് എങ്ങനെയായാലും എല്ലായിടത്തും ഈശോയെ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വലിയ സന്തോഷം. ഞങ്ങൾ ഇവിടെ ഒരു 10-96 പ്രദേശത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പിള്ളേരൊക്കെ അല്ലേ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു,
വിശുദ്ധ പൗലോസിലെ പറഞ്ഞിരിക്കുന്നതാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും. ഇവിടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അതായത് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ജോലിയോ ശക്തിയോ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ഈ മെഡിക്കൽ സ്റ്റുഡൻസിനോട് നമുക്ക് 2-3 ചോദ്യം ചോദിക്കാം. പേരെന്താ? അമൃത. അഞ്ജലി. ഞാൻ ആദ്യമായിട്ട് ജാഗോയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഇതുവരെ ഇന്നലെയാണ് തുടങ്ങിയത്. ഇത് ഏതുവരെയുള്ള അഭിപ്രായം എന്താ? വളരെ നല്ല കണ്ട ഈ വൈബ് പിള്ളേരൊക്കെ കാണാൻ പറ്റി. വളരെ സന്തോഷകരമായ കണ്ടോ എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം എത്ര മനോഹരമാണെന്ന് വർണ്ണിക്കുന്നു. ഒരു പാട്ട് പാടാം. സ്നേഹം എത്ര മനോഹരമേ. മുമ്പ് നമുക്ക് കൂടി ഉണ്ടായിരുന്ന ഡോക്ടർ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ നമ്മുടെ കൂടെ ആയിരിക്കും നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. നമ്മുടെ പുനലൂരിലല്ലേ പുനലൂരിൽ വന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് അന്ന റോസ്മ. ആൻഡ്രീ സജോഷ്. ഓക്കെ, ജാഗോ. യെസ്, നമ്മുടെ കൂടെ തൃശ്ശൂരിൽ നിന്ന് ജാഗോയ്ക്ക് വേണ്ടി ക്രൈസ്റ്റ് അക്കാദമിയിൽ എത്തിയിരിക്കുന്ന കുറച്ച് പിള്ളേരാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ജോഷുവ, ഞാൻ തൃശ്ശൂർ സോണിൽ തന്നെയാണ്. ഹായ്, എൻ്റെ പേര് നിവിൻ. എൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ്. ഒല്ലൂർ സബ് സോണാണ്. ഇപ്പോൾ ഫോമൽ കൗൺസിൽ ടീം മെമ്പറാണ്. എൻ്റെ പേര് ജിസ്ന. ഞാൻ ഇരിഞ്ഞാലക്കുട സോണാണ്. ചാലക്കുടി സബ് സോണ്. മുരിക്കിങ്ങ ഇടവക. ഫസ്റ്റ് ടൈമാണ് ജാഗോയ്ക്ക് വരുന്നത്. ഹലോ, എൻ്റെ പേര് ഗ്ലാഡി. ഞാൻ ചെമ്മണ്ട ഇടവകയാണ്, ഇരിഞ്ഞാലക്കുട. ഞാൻ പഠിക്കുന്നത് രാജഗിരി ബിസിനസ് സ്കൂളിലാണ്. അപ്പോൾ പകുതി എറണാകുളം പകുതി പിള്ളേരായിട്ട് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ജാഗോയിൽ വരുന്നത്. നമ്മുടെ കൂടെ ഒരു അച്ഛനുണ്ട്. പള്ളോട്ടാൻ സഭയിലെ ഒരു അച്ഛനാണ്. അച്ഛാ, ഹലോ, ഞാൻ ഫാദർ പ്രകാശ്. ഐ എം എ പള്ളോട്ടാൻ പ്രീസ്റ്റ്. ഞാൻ ജാഗോയിൽ ഇപ്പോൾ ആക്ച്വലി കഴിഞ്ഞ ജാഗോയിലും വന്നിരുന്നു. എല്ലാവരോടും ഇൻറ്ററാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ വളരെ നല്ലൊരു അവസരമായിരുന്നു. For Jago from Gujarat, there are some youths, and we will introduce a youth in the morning itself as security. They have taken us a volunteer security here. We have volunteers from Gujarat, and for the love of Lord Jesus Christ. Just introduce yourself. My name is Joel. I am from Gujarat, Ahmedabad. Yes. My name is Joyce De Silva from Ahmedabad, Gujarat. I'm Arnold Rodriguez from Rajkot, Gujarat. So, what made you to come to Jago, the program? The first thing is the fellowship that I love, to meet new people, and meeting new people from all the states. That is what I love the most. ജാഗോ 2025 ഇപ്പോൾ നമ്മുടെ ക്രൈസ്റ്റ് അക്കാദമി ക്യാമ്പസിലുള്ളത് ഭദ്രാവതി രൂപതയുടെ യൂത്ത് ഡയറക്ടറായ ലിബിൻ ചഗണി മന്ത്രയിലാണ്. അച്ഛാ, എന്തെങ്കിലും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ജാഗയെക്കുറിച്ച് എന്തുവാണ് ജാഗയ്ക്ക് വരാനുള്ള കാരണം? ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ജാഗോ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. ഒത്തിരി നാളത്തെ എൻ്റെ സ്വപ്നമായിരുന്നു ഈ പ്രോഗ്രാമിന് പങ്കുചേരുക എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഈ ജാഗോ ബാംഗ്ലൂർ വെച്ച് നടക്കുമ്പോൾ ഞാനും ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, പഠനത്തിലായിരുന്നോണ്ട് വരാൻ പറ്റിയില്ല. എങ്കിൽ അന്ന് തൊട്ട് ഞാനിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു ഈ യൂത്തിൻ്റെ വൈബിനോട് ചേർന്ന് ഒരു കുറച്ച് ദിവസം ചേർന്ന് നിൽക്കണം എന്നുള്ളത്. ശരിക്കും ജീസസ് യൂത്ത് എന്ന് പറയുന്നത്, ഈ ജാഗോ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. ശരിക്കും എൻ്റെ പുറകിലും സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം, വലിയൊരു യുവജനങ്ങളുടെ കടലാണ്, ആർത്തിരുമ്പുന്ന കടൽ. യേശുവിന് വേണ്ടിയിട്ട് ഈ ജ്വലിക്കുന്ന ഹൃദയമായിട്ട് ആർത്തിരുമ്പുന്ന കുറേ യുവജനങ്ങളുടെ വലിയ സാന്നിധ്യം. അതാണ് ശരിക്കും ഈ ജീസസ് യൂത്തിൻ്റെ വലിയ മഹത്വം, ഈ ജാഗോയുടെ വലിയ മഹത്വം. ഒരുപാട് സന്തോഷം, ഒരുപാട് ആനന്ദം. ജാഗോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ജാഗോ? ജാഗോ ഈസ് വണ്ടർഫുൾ. ഇത് രണ്ടാമത്തെ ജാഗോയാണ്. അത് 2 വർഷം മുൻപ് ഇതേ ജാഗോ ഇവിടെ ബാംഗ്ലൂരിൽ നടന്നിരുന്നു. രണ്ടാമത്തെ തവണ ഇവിടെ ഇതിന് ഭാഗമാകുവാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഏകദേശം 10,000 നമ്മുടെ യുവജനങ്ങൾ ഒന്നിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഒരുമിച്ച് കൂടുന്ന ഈ സംഗമത്തിന് ഒത്തിരി ഏറെ അഭിനന്ദനങ്ങൾ. ഇത്ര വലിയ തിരക്കുകൾക്കിടയിൽ ജാഗോയ്ക്ക് വരാനുണ്ടായ കാരണം? ഞാൻ യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് അസോസിയേറ്റഡ് ആണ്. ജീസസ് യൂത്ത് മൂവ്മെൻറ്റായിട്ട് ഒരു 22 വർഷക്കാലത്തെ പരിചയവും അതുപോലെ തന്നെ അവരുമായിട്ട് ഒന്നിച്ച് നാഗാലാൻഡിൽ സേവനം അനുഷ്ഠിച്ചതാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത് രാജേഷ് മോസസ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. വളരെയധികം മിഷന് വേണ്ടി തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന ഒരു ആത്മാവാണ് രാജേഷ് മോസസ്. പല രാജ്യങ്ങളിലും മിഷന് വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ യുവജനങ്ങളോടൊപ്പം ജാഗോയ്ക്ക് ഈ ക്രൈസ്റ്റ് അക്കാദമി നമ്മുടെ കൂടെയുണ്ട്. രാജേഷ് ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം?
സുഖമായിരിക്കണം. ശരിയായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ജാഗോയ്ക്ക് വരാണ്ടായി കാരണം? ജാഗോ ജീസസ് യൂത്തിൻ്റെ ഒരു ഒരുമിച്ച് വരവല്ലേ, മാത്രമല്ല ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഒരുമിച്ച് വരവാണ്. തീർച്ചയായിട്ടും ജീസസ് യൂത്ത് ഒരു മിഷണറി മൂവ്മെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ആളുകളെ അവർക്ക് കാണാനും അവരെ ഇപ്പോഴത്തെ യൂത്തിനെ പറയാനും നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ വരുന്നത് നമ്മുടെ ടാർഗറ്റും യൂത്താണല്ലോ. സോ ഇപ്പോഴത്തെ ഒരു തലമുറ ചെറുപ്പക്കാരെ എങ്ങനെ മിഷനിലേക്കൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം, ഇൻസ്പയർ ചെയ്യാം, ഇതുതന്നെയാണ് വരാനുള്ള പ്രധാന ഒരു. നമ്മളിവിടെ ആയിരിക്കുന്നത് ജാഗോയിലൊരു പ്രത്യേകമായി മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ഥലത്താണ്. ധാരാളം, അതായത് ഏകദേശം ഒരു ഡസനോളം യുവജനങ്ങൾ യുവതി-യുവാക്കൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അത് യൂക്രിസ്റ്റിൻ്റെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാന അടുത്ത് തന്നെ പല മേശകളിലും കസേരകളൊക്കെ ആയിട്ടാണ് നമ്മുടെ യുവജനങ്ങളിവിടെ ആയിരിക്കുന്നത്. അവരിൽ പലരും കൊന്ത ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നു, അതുപോലെ വളരെ ശാന്തമായിട്ട് ബെന്തിങ്, അതുപോലെയുള്ള വളരെ ശാന്തമായിട്ടുള്ള പ്രാർത്ഥനയോടെ ഈ ജാഗോയുടെ പ്രാർത്ഥന അന്തരീക്ഷത്തെ മാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ മറ്റു പല, അതായത് വിശുദ്ധ വസ്തുക്കൾ ഉണ്ടാക്കുന്ന പല രീതിയിലും, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന പല സോഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലും വളരെ സ്നേഹത്തോടെ ഇടപെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വിഷ്വൽസാണ് നമ്മളിപ്പോൾ ജാഗോയിൽ ഇവിടെ കാണുന്നത്. നമ്മളായിരിക്കുന്നത് ഈ യൂക്രിസ്റ്റിക് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഗാർഡനിൽ തന്നെയാണ്. അവിടെ ഒരു ചെറിയൊരു ബുക്ക് സ്റ്റാളുണ്ട്. നമുക്ക് ആ പുസ്തകങ്ങളൊക്കെ കണ്ടോ, പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് പലരും ഇവിടെ വന്നിരുന്ന് പുസ്തകങ്ങളൊക്കെ, പ്രത്യേകിച്ച് കൂടുതൽ കാത്തലിക് ട്രഡീഷണലിൽ എഴുതപ്പെട്ട കുറേ പുസ്തകങ്ങളാണ്. അപ്പോൾ ഫ്രാൻസിസ് പാപ്പ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അങ്ങനെ ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ ജമീമ റോഡ്ജറിറ്റ്സിൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ജോസഫ് കുമ്പുക്കൽ എഴുതിയിരിക്കുന്ന ജമീമ റോഡ്ജറിറ്റ്സിൻ്റെ പുസ്തകം. നമുക്കറിയാം, വിമൻ ക്രിക്കറ്റ്സ് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ജമീമയുടെ പുസ്തകമാണ്. ജമീമയുടെ ബയോഗ്രഫിയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അതുപോലെ പല വ്യത്യസ്ത തരം പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, റോമിൽ നിന്ന് വരുന്ന ലെറ്റർ ലൊസർവത്താരോ റൊമാനോയുടെ കോപ്പികൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ജാഗോയിലായിരിക്കുന്നത് സിസ്റ്റർ സൗമ്യ, CMC കോൺഗ്രിഗേഷൻ എന്നുള്ളതാണ്. സിസ്റ്റർ, ജാഗോയിലേക്ക് വരാൻ വേണം. ആക്ച്വലി ഞാനിപ്പോൾ അവിടെ ജീസസ് യൂത്ത് ബൊങ്കേഗാൾ ഡയസിസിന് ജീസസ് യൂത്തിൻ്റെ ആനിമേറ്ററാണ്. കഴിഞ്ഞ പ്രാവശ്യം ജാഗോ നടന്ന സമയത്ത് ഒത്തിരി ഞാൻ മനസ്സോട്ട് ആഗ്രഹിച്ചു, പക്ഷേ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹം ഞാനിപ്പോൾ ഇവിടെ കൊച്ചുകൂടെ ഷെയർ ചെയ്യുന്നു. എൻ്റെ ചെറിയ ആഗ്രഹം ഈശോ എനിക്ക് സമയത്ത് എനിക്കത് സാധിച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നോ അത് ആത്മാർത്ഥമായിട്ട് ഈശോട് ചോദിച്ചാൽ അത് നമുക്ക് നടത്തി തരും എന്നതിന് തെളിവാണ് ഇപ്പോൾ ഈ ജാഗോയ്ക്ക് ഞാൻ വന്നിരിക്കുന്നത്. ആസാമിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ കൂടെ 30 മീൻസ് എൻ്റെ ഡയസിസിന് 30 പേര് വന്നിട്ടുണ്ട് ബംഗോയ്ഗാവിൽ. പിന്നെ ഓൾ ആസാമിൽ നിന്ന് ഒത്തിരി പേരുണ്ട്. എത്രയാണ് കൃത്യം എനിക്ക് നമ്പർ അറിയത്തില്ല. ഞങ്ങൾ നോർത്ത് ഈസ്റ്റിൽ മൊത്തം ഞങ്ങളിവിടെ വന്നിറങ്ങിയത് 4 ബസ്സിന് അറിയായിരുന്നു. ഒരുമിച്ച് ഞങ്ങൾ അവിടുന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് ഇവിടെ വന്നത്. ശരിക്കും വളരെ ഈശോ നമ്മൾ കൂടുതൽ അനുഭവമാണ്. നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ കൊണ്ട് നടത്താൻ സാധിക്കില്ല. അത് ഹോളി സ്പിരിറ്റ് ഇറങ്ങി വന്ന് ഇതെല്ലാം നടത്തുന്ന ഒരു പ്രതിനിധിയാണ് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. യൂത്തിൻ്റെ ഈ മീറ്റിങ്ങിലായിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്താണ്. വിശുദ്ധ കുമ്പസാരം ഇവിടെയാണ് പാപങ്ങൾ കഴുകിക്കളയുന്നത്. ഇവിടെയാണ് മനുഷ്യരാശിയുടെ പാപമോചനം വഴി മനുഷ്യരാശിക്ക് രക്ഷ കൊടുത്ത യേശുനാഥൻ്റെ യഥാർത്ഥ സ്നേഹം യുവതി-യുവാക്കൾ തിരിച്ചറിയുന്ന സ്ഥലം. ധാരാളം യുവതി-യുവാക്കൾ ലൈനായിട്ട് തന്നെ പല സമയത്തായിട്ട്, ഇവിടെ എപ്പോഴും കുമ്പസാരമുണ്ട്, പല സമയത്തായിട്ട് യുവതി-യുവാക്കൾ സമയക്രമം അനുസരിച്ച് ഇവിടെ വന്ന് കുമ്പസാരം നടത്തും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് അച്ഛന്മാർ ഇവിടെ ഓൾറെഡി ഇവിടെ കുമ്പസാരിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരക്കൂട് വളരെ വ്യത്യസ്തമായിരുന്നു. കുമ്പസാരക്കൂട് നൂല് കൊണ്ടുള്ള, അതുപോലെ തന്നെ അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ട് തന്നെ കുമ്പസാരക്കൂട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പല സമയത്തായിട്ട് ഇടവേള കിട്ടുന്നതനുസരിച്ച്, സാഹചര്യം അനുസരിച്ചൊക്കെ യുവതി-യുവാക്കൾ ഇവിടെ കുമ്പസാരിക്കാനായിട്ട് വരുന്നുണ്ട്. Hello, I'm Sunny Gudino. I'm currently the National Coordinator for Jesus Youth India. And when I see Jago, it's kind of dream come true. Nowadays, I would say it has become a brand in the Catholic Church of India. The very reason is because this is the largest youth conference that we can ever witness in the Catholic Church. And today, we are privileged to have more than 10,000 people around, youth who are coming around to this platform, Jago 2025. And I have personally experienced the love of Christ, the divine encounter of Christ in meeting these young people around. ജാഗോയിലേക്ക് മലപ്പുറത്ത് നിന്ന് വണ്ടി കയറി ഇവിടെ ബാംഗ്ലൂരിലേക്ക് വരാണ്ടായ കാരണം? ജാഗോയെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ജാഗോയ്ക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഇവർ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു അത് വളരെ നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ് ജാഗോയുടെ.
നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ സന്ദീപ് അച്ഛനാണ്. നമുക്ക് പിള്ളേരായിട്ട് വളരെയധികം ഇടപഴകുന്ന ഒരു അച്ഛനാണ്. നമ്മുടെ മുഖത്തൊക്കെ കാണാം ജാഗോയുടെ പോസ്റ്ററൊക്കെ അച്ഛൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിള്ളേരോട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അച്ഛാ, ജാഗോയെ കുറിച്ചുള്ള അച്ഛൻ്റെ അഭിപ്രായം? ജാഗോ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങൾ വന്നിരുന്നത്. ഞാൻ ടീൻസ് മിനിസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, നാഷണൽ ടീൻസ് ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരുപാട് കുട്ടികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കുട്ടികളെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അവരോട് നമുക്ക് ചേർന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് മനസ്സിന് സന്തോഷമാണ് തരുന്നത്. കാരണം ഒത്തിരി പേർക്ക് ഉള്ളിൽ ഈശോയെ കിട്ടുവാനുള്ള ആഗ്രഹമാണ്. നമ്മളത് കൊടുക്കുമ്പോഴത്തേക്കും അവരത് ഒത്തിരി റിസീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ഡൽഹി ബിഷപ്പാണ്. Oh, it's a wonderful experience. Last time also I was there 2 years ago, I think, and this time also I was longing to be here. It's something so wonderful to see thousands of youth. I think 12,000 this year who are here, and they are all enjoying this spiritual experience. ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ജാഗോയിലായിരിക്കുന്നത് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നുള്ള ബിഷപ്പാണ്, ബിഷപ്പ് ഹെൻറി ആണ്. ഓക്കെ, യുവർ എക്സലൻസി, ഹൗ ഇസ് യുവർ experience regarding the Jago experience is a profound experience of an inward journey which gives us a tremendous scope for the youth of India to go closer to Jesus, to be loyal to the church and to be mission driven in all that we do. നമ്മുടെ ഇപ്പോൾ ജാഗോയിൽ നമ്മുടെ കൂടെ ഉള്ളത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള നമ്മുടെ ഐവൻ ഫെറേര ബിഷപ്പാണ്. യുവർ എക്സലൻസി, സോ ഹൗ ഈസ് ദി ജാഗോ എക്സ്പീരിയൻസ്? It has been very exciting experience to see all the youngsters coming. Nearly 10,000 plus youth and animators have gathered over here, and it is really motivating to see the youth coming wholeheartedly, joining with discipline, with joy, and walking together and reflecting, discussing on various topics. So I'm very happy to be the part of this Jago session 2, and I pray to God that God's blessing will be always over our youth who have come from all over India. Bishop Joseph Susenathan, the auxiliary bishop of Bangalore. Okay. And I am so very happy to be here to take part in this Jesus Youth annual program, to see thousands of youth around here with all goodwill and enthusiasm, so that they are renewed to be better individuals first. ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ജാഗോ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ബിഷപ്പ് അലക്സ് വടക്കുംതല പിതാവാണ്. പിതാവേ, എങ്ങനെയുണ്ട് ജാഗോ പ്രോഗ്രാം? ജാഗോ സൂപ്പറായിട്ട് പോകുന്നു. 10,000-ൽ കൂടുതൽ യൂത്ത് ഒരേ ക്യാമ്പസിൽ, ബാംഗ്ലൂർ ക്രൈസ്റ്റ് അക്കാഡമിയുടെ ക്യാമ്പസിൽ ഇന്നലെ രാവിലെ മുതലുണ്ട്. ഇന്നലെ 10:30 മുതലേക്ക് തുടങ്ങിയ ആ പ്രോഗ്രാം ഇപ്പോഴത്തെ നിറഞ്ഞു കവിഞ്ഞ പന്തലിൽ അവരെല്ലാവരും ഇങ്ങനെ വചനം ശ്രവിച്ചും പല വിധത്തിലുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്തും അവരെ വളരെയധികം സ്പർശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ജൂബിലി ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൻ്റെ സമാപനത്തിലാവുമ്പോൾ ഏകദേശം ആ ഒരു പ്രത്യാശ നിറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗോ കോൺഫറൻസ് കൂടിയാണിത്. എൻ്റെ കൂടെയുള്ളത് ഓക്സിലറി ബിഷപ്പ് ഐജോളിനാണ്. ബിഷപ്പിനോട് നമുക്ക് ഇന്നത്തെ ജാഗോയുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ബിഷപ്പ്, ഹൗ അബൌട്ട് ജാഗോ? See, first time I'm attending it. I appreciate your effort to bring the youth, to get them involved in the church, and also let them, giving them an opportunity to transform their lives. ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ബ്രദേഴ്സാണ്. CMI കോൺഗ്രിഗേഷനിലുള്ള ബ്രദേഴ്സാണ് നമ്മുടെ വന്നിരിക്കുന്നത്. സോ would you please share an experience of coming here for having opportunity to take part in Jago? Yeah. Yes, actually it's a very good opportunity for us because we are meeting with the people from all over India, especially from the north, which is a rare case, mostly because we are studying in South India. We are only now used to Malayalis and Karnatakas, but when we came here to Jago, we can see everybody from every part of India, so it's a very good experience also. It develops our confidence as seminarians for the future mission. Thank you. These youth are
from Arunachal Pradesh. They have come here to attend Jago, and let's go to them. I like the adoration in Jago and meeting lots of new people from different cultures and different places. 2025 ഡിസംബർ 30 ഇന്ന് ജാഗോയുടെ 3-ാം ദിവസം നമ്മുടെ കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത് ഇന്റർനാഷണൽ ജീസസ് യൂത്തിൻ്റെ ഇന്റർനാഷണൽ കോർഡിനേറ്ററായ മിഥുൻ പോൾ ചേട്ടനാണ്. ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം, നന്നായിട്ട് പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഇന്റർനാഷണൽ ജീസസ് യൂത്തിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന മിഥുൻ ചേട്ടന് ഇപ്പോൾ എന്തൊക്കെ ചലഞ്ചസ്, എന്തൊക്കെ വെല്ലുവിളികളാണ് ഇപ്പോൾ യൂത്ത് കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് നേരിടേണ്ടി വരുന്നത്? നമ്മുടെ ഇത് 40ാമത്തെ വർഷമാണ്. 1985 ജീസസ് യൂത്തിൻ്റെ തുടക്കം. ഒരു ചെറിയ കോൺസെപ്റ്റിൽ തുടങ്ങി, പിന്നെ കേരളത്തിലെ പല ഭാഗങ്ങളിലോട്ട്, പിന്നെ അവിടെ നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലോട്ട്, ഇന്ന് ലോകത്തിലെ 40ഓളം രാജ്യങ്ങളിൽ ജീസസ് യൂത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നു ആദ്യ കാലം തൊട്ട് ഞങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ആയിരുന്നു, ഞാൻ നിങ്ങളെ പടിപടിയായിട്ടുള്ള വളർത്തുമെന്നുള്ളത്. അത് ഞങ്ങൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ആ ഗ്രോത്തിൽ. പക്ഷെ ഉറപ്പായിട്ടും ഈ ഗ്രോ ചെയ്യുമ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ യൂത്തിനെ മാനേജ് ചെയ്യാൻ, അതായത് ഇന്ന് ജീസസ് യൂത്ത് വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ ലാംഗ്വേജിൽ മാത്രമല്ല, ഇന്ന് നമുക്ക് മലയാളികൾ മാത്രമല്ല, നമുക്കിന്ന് നമ്മൾ പല രാജ്യങ്ങളിലും അവിടുത്തെ ആൾക്കാരാണ്. ഇപ്പം മൂവ്മെൻറ്റ് ഇപ്പം നമ്മുടെ ഏഷ്യയിൽ തന്നെയാണെങ്കിൽ ശ്രീലങ്കയിലാവട്ടെ, ബംഗ്ലാദേശിലാവട്ടെ, മറ്റു പല ഭൂട്ടാനിലാവട്ടെ, നേപ്പാളിലാവട്ടെ, പല കൺട്രീസിൽ ജീസസ് യൂത്തിൻ്റെ അവിടുത്തെ ആളുകൾ തന്നെയാണ് മൂവ്മെൻറ്റിൽ ആക്റ്റീവായിട്ടുള്ളത്. പല മൾട്ടി കൾച്ചറൽ, മൾട്ടി ലാംഗ്വേജ്, പല എക്സ്പീരിയൻസ് ഉള്ള, പല കൾച്ചറിലുള്ള ആളുകൾ ഒരുമിച്ച് വരുന്ന ഒരു ഭംഗിയും അതിൻ്റെതായ ചലഞ്ചുകളും ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു, പക്ഷെ അതിനപ്പുറത്തോട്ട് ആത്മാവിൻ്റെ വലിയൊരു നയിക്കപ്പെടൽ ഞങ്ങൾ എല്ലാ സമയത്തും അനുഭവിക്കുന്നുമുണ്ട്. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ